വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ വഴിയോരങ്ങളിൽ അപകട സൂചനകളെക്കുറിച്ചുള്ള ബോർഡുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. മെല്ലെ പോകണം, മുന്നിൽ ജംഗ്ഷനുണ്ട്, റോഡിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ വളവുതിരികൾ അനവധിയുണ്ട്, റോഡ് മോശമായി കിടക്കുന്നു തുടങ്ങിയ സൂചനകളാണ് ഈ മുൻകരുതലുകളായി നമുക്ക് ലഭിക്കുന്നത്. ഈ സൂചനകളുടെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് സാവധാനം നാം വണ്ടി ഓടിക്കുമ്പോഴാണ് സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നത്. ക്രൈസ്തവ ജീവിതവും വിശ്വാസത്തിൻ്റെ ഒരു തീർത്ഥാടനമാണ്. ഈ തീർത്ഥാടനത്തിൽ അപകടങ്ങളും ആപത്തുകളും ഉണ്ടാകുക സാധാരണമാണ്. അപ്രകാരം ഉണ്ടാകുന്ന ഒരു അപകടമാണ് സമ്പത്തുമായി ബന്ധപ്പെട്ടത്. സമ്പത്തിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചാണ് സുവിശേഷത്തിലും ഇന്നത്തെ വായനകളിലൊക്കെ നാം ശ്രദ്ധിക്കുന്നത്. സമ്പത്തോ പണമോ അതിൽ തന്നെ മോശമായ കാര്യമൊന്നുമല്ല. പക്ഷേ അവയുടെ ഉപയോഗത്തിലാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒന്നാമത്തെ വായനയിൽ നാം വായിക്കുന്നത് ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിനുള്ള വായനയാണ്. അദ്ദേഹം ഒരു ആട്ടിടയ കുടുംബത്തിൽ നിന്ന് ജനിക്കുകയും ആട്ടിടയ ധർമ്മം നിറവേറ്റി ജീവിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. പാലന്തേന് ഒഴുകുന്ന പുണ്യഭൂമി സ്വന്തമാക്കി ഇസ്രായേൽക്കാർക്ക് സ്വന്തമായി വസ്തുക്കളൊക്കെ തുല്യമായി ഈരിക്കപ്പെട്ട് നൽകിയെങ്കിൽ തന്നെയും ചില ആളുകൾ അവരുടെ ബുദ്ധി സാമർഥ്യം കൊണ്ടും കഴിവുകൊണ്ടും സമ്പത്തും വസ്തുവകകളും കൂടുതലായി സമാഹരിക്കുവാൻ തുടങ്ങി. ദൂരദേശത്തു നിന്ന് സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് മേടിച്ചു കൊണ്ടുവന്ന് പാവപ്പെട്ടവർക്ക് വലിയ വിലയ്ക്ക് വിൽക്കുകയും അളവുകളിൽ കൃത്രിമം കാട്ടുകയും ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള അന്യായ മാർഗങ്ങൾ അവർ അവലംബിച്ചു. അതിൻ്റെ ഫലമായി അവരിൽ പലരും ധനികരായിട്ട് മാറി. ഒരു വശത്ത് ധനികരുടെ ആധിപത്യവും മറുവശത്ത് പാവപ്പെട്ടവരുടെ ദുഃഖകഥകളും പെരുകുന്നതായിട്ടാണ് നാം തുടർന്ന് കാണുന്നത്. ഇസ്രായേൽക്കാരുണ്ടായ ഈ വിവേചനം സമ്പത്ത് ഉള്ള ആളുകളുടെ പ്രഭുക്കന്മാരുടെ പലതരത്തിലുള്ള ചൂഷണം പാവപ്പെട്ട ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. സാധാരണ രീതിയിലുള്ള ജീവിതം നിറവേറ്റുവാൻ കഴിയാതെ വന്നപ്പോൾ ഈ ധനവാന്മാർ പാവപ്പെട്ടവർക്ക് ലോണുകൾ നൽകുകയും ആ ലോണുകൾ തിരിച്ചടയ്ക്കാതെ വന്നപ്പോൾ അവരുടെ വസ്തുവകകൾ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. അന്നത്തെ രീതി അനുസരിച്ച് സമ്പത്ത് ലോണിൽ നിന്നിൻ്റെ ഭാഗമായി തിരിച്ചെടുക്കുമ്പോൾ അവരുടെ ചെരുപ്പുകൾ ധരിച്ച് ആ വസ്തുവിന്മേൽ നിന്നു കഴിഞ്ഞാൽ ആ വസ്തു ഈ പ്രഭുവിൻ്റെയോ ധനാഢ്യൻ്റെയോ ഉടമസ്ഥതകളായി മാറും. ഇനി അവർക്ക് തിരിച്ച് വസ്തുവോ സമ്പത്തോ കൊടുക്കുവാൻ കഴിയാതെ വന്നാൽ ഈ പാവപ്പെട്ട മനുഷ്യരുടെ കുടുംബാംഗങ്ങളുടെ യജമാനന്മാർ അടിമകളായി സൂക്ഷിക്കുമായിരുന്നു. പാവപ്പെട്ട ജനങ്ങളുടെ മേൽ അവരുടെ ചെരുപ്പ് സ്പർശിച്ചുകൊണ്ട് ഈ ധനവാന്മാർ പറയും, ഈ മക്കളും കുടുംബാംഗങ്ങളും എൻ്റെ അടിമകളാണ്, എൻ്റെ ഉടമസ്ഥതയുള്ളതാണ്. അപ്രകാരം അന്ന് പലതരത്തിലുള്ള ചൂഷണത്തിനും പലതരത്തിലുള്ള വിവേചനത്തിനും വശംവദരായി സാധാരണ ജനങ്ങൾ ദൈവത്തോട് നിലവിളിച്ചു. ദൈവത്തോടുള്ള ഈ നിലവിളിക്ക് ഉത്തരമായാണ് അവിടുന്ന് പ്രവാചകനെ അയക്കുന്നത്. പ്രവാചകൻ അവരോട് ദൈവത്തിൻ്റെ സ്വരം വ്യാഖ്യാനിച്ചു കൊടുക്കുകയും പാവപ്പെട്ടവരുടെ കണ്ണുനീരിന് ദൈവം പകരം ചോദിക്കുമെന്നും വരാനിരിക്കുന്ന ആപത്തുകളെക്കുറിച്ചും നാടിനുണ്ടാകുന്ന ആക്രമണങ്ങളെക്കുറിച്ചുമൊക്കെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന ഭാഗമാണ് നാം കാണുന്നത്. പാവപ്പെട്ടവരുടെ കണ്ണുനീരും നിലവിളിയും ഒരിക്കലും പാഴാകുകയില്ല എന്ന് ഇവിടെ വ്യക്തമായി പ്രവാചകൻ സൂചിപ്പിക്കുകയാണ്. ഇന്നത്തെ സങ്കീർത്തനം പാവപ്പെട്ടവരെ ഉയർത്തുന്ന ദൈവത്തെ പ്രകീർത്തിക്കുന്ന കീർത്തനങ്ങളാണ്. രണ്ടാമത്തെ വായനയിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിനെ എഴുതിക്കൊണ്ട് പറയുന്നത് രാജാക്കന്മാർക്ക് വേണ്ടിയും ഭരണാധിപന്മാർക്ക് വേണ്ടിയും പാവപ്പെട്ടവർക്ക് വേണ്ടിയുമൊക്കെ ഒരുപോലെ പ്രാർത്ഥിക്കേണ്ട ആവശ്യതയെക്കുറിച്ചാണ്. സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ പൊതുവെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പാവപ്പെട്ടവർക്ക് വേണ്ടി പക്ഷം പിടിക്കുന്ന ഒരു സുവിശേഷമാണ്. ധനത്തിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും ധനം നൽകുന്ന
തിന്മയുടെ പ്രവണതകളെക്കുറിച്ചും ശക്തമായ രീതിയിൽ താക്കീത് നൽകുന്ന ഒരു സുവിശേഷമാണ് വിശുദ്ധ ലൂക്കായുടെ. സമ്പത്തിൻ്റെ ആധിപത്യത്തിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങളെ വ്യക്തമാക്കുന്ന 2 ഉപമകളാണ് ഇന്നത്തെയും അടുത്ത ഞായറാഴ്ചത്തെയും വായനകളായി സഭ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ഉപമയാണ്. യേശുവിൻ്റെ ജീവിത കാലഘട്ടത്തിൽ പട്ടണങ്ങളിൽ താമസിച്ചിരുന്ന യജമാനന്മാർക്ക് ഗ്രാമപ്രദേശങ്ങളിൽ സമ്പത്തും സ്വത്തുമുണ്ടായിരുന്നു. ഈ സമ്പത്തും സ്വത്തുമൊക്കെ സുരക്ഷിതമായി പരിപാലിക്കുന്നതിന് കാര്യസ്ഥന്മാരെ നിയോഗിച്ചിരുന്നു. ഈ കാര്യസ്ഥന്മാർ അവരുടെ ലാഭവിഹിതം യജമാനന്മാരെ കൃത്യമായി ഏൽപ്പിച്ചുകൊണ്ട് വിശ്വസ്തരായി തങ്ങളുടെ ധർമ്മം നിറവേറ്റിപ്പോന്നിരുന്നു. അപ്രകാരം ഒരു കാര്യസ്ഥൻ കാട്ടുന്ന അവിശ്വസ്തതയിലേക്കാണ് സുവിശേഷത്തിലെ ഉപമ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. ഈ കാര്യസ്ഥൻ അവിശ്വസ്തനായിരുന്നതിൻ്റെ ഫലമായി യഥാവിധി ലാഭം യജമാനെ കൊടുക്കാതെ സമ്പത്ത് ദുർവ്യയം ചെയ്യുകയുണ്ടായി. ധൂർത്തമായി ജീവിച്ചുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി സമ്പത്തിനെ ഉപയോഗിച്ചപ്പോൾ കൃത്യമായി യജമാനൻ്റെ ലാഭവിഹിതം കൊടുക്കുവാൻ കഴിയാതെ അദ്ദേഹം സ്വാർത്ഥനായി മാറി. ഈ വാർത്ത അറിഞ്ഞ യജമാനൻ കാര്യസ്ഥനെ തൻ്റെ കാര്യസ്ഥ പടയിൽ നിന്ന് പുറത്താക്കുന്നതിന് തീരുമാനിക്കുകയുണ്ടായി. ഇങ്ങനെ പുറത്താക്കുകയാണെന്നുള്ള വിവരം ലഭിച്ച കാര്യസ്ഥൻ വളരെ കൗശലപൂർവ്വം പ്രവർത്തിക്കുകയാണ്. അദ്ദേഹം യജമാനന് കടമായിട്ട് നൽകേണ്ടിയിരുന്ന ആളുകളെ ഓരോരുത്തരായിട്ട് വിളിച്ചു. ചിലർ എണ്ണയും മറ്റു ചിലർ ഗോതമ്പും ഒക്കെ യജമാനന് തിരിച്ചു നൽകേണ്ടതായിട്ടുണ്ടായിരുന്നു. അവയുടെ അളവിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് അവരുടെ കടപത്രത്തെ തിരുത്തുവാൻ വേണ്ടി കാര്യസ്ഥൻ അനുവദിച്ചു. അങ്ങനെ കടപത്രം തിരുത്തിക്കൊണ്ട് യജമാനന് കടം തിരിച്ചു നൽകുവാനുള്ള ആളുകളുടെ മുൻപിൽ സ്വീകാര്യത കിട്ടുവാൻ വേണ്ടി ഉപയോഗിച്ച കൗശലപൂർണമായ പ്രവൃത്തിയായിരുന്നു ഈ കാര്യസ്ഥൻ്റേത്. ഇവിടെ യേശുനാഥൻ ശ്ലാഘിക്കുന്നത് കാര്യസ്ഥൻ്റെ അവിശ്വസ്തത എന്നതിനേക്കാൾ ഉപരിയായി അദ്ദേഹം കാണിക്കുന്ന കൗശലപൂർണമായ ബുദ്ധിപൂർവമായ ഇടപെടലുകളാണ്. കാര്യസ്ഥൻ്റെ ബുദ്ധിപൂർവമായ ഇടപെടൽ ഭാവി സുരക്ഷിതമാക്കുവല്ല, അദ്ദേഹത്തിൻ്റെ വ്യഗ്രതയിൽ നിന്ന് കുടലെടുത്തതാണ്. ഓരോ ക്രൈസ്തവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൽ നിത്യാനന്ദം അടയുവാൻ വേണ്ടിയാണ്. നിത്യാനന്ദം അടയുവാൻ വേണ്ടി ഈ ലോകത്തിൻ്റെ യാത്രയിൽ നാം അവലംബിക്കേണ്ടത് സമ്പത്തിൻ്റെ അധികമായ ഉപയോഗമോ ലോകത്തിൻ്റെ രീതികളോ അല്ല, മറിച്ച് ബുദ്ധിപൂർവമായി നമ്മുടെ കഴിവുകളും നമ്മുടെ പ്രയത്നങ്ങളും ദൈവരാജ്യ സമ്പാദനത്തിന് വേണ്ടി നാം വ്യയം ചെയ്യണം എന്നുള്ളതാണ്. 2 സന്ദേശങ്ങൾ നമുക്ക് ഇന്നത്തെ വായനകളിലൂടെ വായിച്ചെടുക്കുവാൻ കഴിയും. ഒന്നാമത്തേത്, സമ്പത്തിൻ്റെ ദുർവ്യയത്തിൽ നിന്ന് മാറി സജ്ജിക്കുക. സമ്പത്ത് ഉണ്ടാക്കുവാൻ, സമ്പത്തിൽ നിലനിൽക്കുവാൻ, ലോകത്തിൻ്റെ മുന്നിൽ സുഖങ്ങളിലും ലോകവ്യാപാരങ്ങളിലും വഴി അന്ധകാരത്തിൽ അകപ്പെടാതിരിക്കുവാനുമുള്ള താക്കീതുകൾ ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ അവിടെ തരികയാണ്. പലപ്പോഴും സമ്പത്തിൻ്റെ മാർഗത്തിലൂടെ അന്ധകാരത്തിൻ്റെ രീതികളും അന്ധകാരത്തിൻ്റെ ചെയ്തികളും സ്വന്തമാക്കി ദൈവത്തെ നമ്മൾ അകറ്റി സാഹോദര്യ ബന്ധത്തിന് എതിരായി ജീവിക്കുന്ന സാഹചര്യങ്ങളും സാധ്യതകളുമാണ് ക്രൈസ്തവരുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ വെളിച്ചത്തിൻ്റെ മക്കളായ ക്രൈസ്തവർ യേശുവിൻ്റെ വെളിച്ചത്തിൻ്റെ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ആ വെളിച്ചത്തിൻ്റെ മാർഗത്തിൽ ജീവിക്കുവാൻ കടപ്പെട്ടിരിക്കും. അങ്ങനെ വെളിച്ചത്തിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവായിരിക്കണം അവൻ്റെ വെളിച്ചം. സമ്പത്തും ലോകത്തിലെ വിവിധങ്ങളായ സമ്പാദ്യങ്ങളും അവനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യമാകുവാൻ പാടില്ല. ക്രിസ്തുവാകണം ഏറ്റവും വലിയ സമ്പത്തും തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തുവാകുന്ന സമ്പത്തിനെ സ്വന്തമാക്കി അത് നൽകുന്ന പ്രകാശത്തിൻ്റെ പാതയെ സഞ്ചരിക്കുവാൻ വേണ്ടിയുള്ള ആഹ്വാനമാണ് ക്രൈസ്തവൻ്റെ. അതുകൊണ്ട് തന്നെ സമ്പത്തിൻ്റെ ധൂർത്ത്, സമ്പത്തിൻ്റെ ആർഭാടം, സമ്പത്ത് നൽകുന്ന സുഖങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണമെന്നുള്ള ആഹ്വാനം വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. രണ്ടാമത്, ക്രൈസ്തവ ജീവിതത്തിൽ
നാം പ്രയത്നിക്കേണ്ടതും തീവ്രമായി യത്നിക്കേണ്ടതും ദൈവികമായ സന്തോഷത്തിൻ്റെ മാർഗമാണ്. ദൈവിക സന്തോഷവും ദൈവിക ആനന്ദവും സ്വന്തമാക്കുവാൻ നാം പ്രയത്നിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയും നമ്മുടെ ശക്തിയും ആ രീതിയിലേക്ക് നാം ഉപയോഗിക്കണമെന്നുള്ളതാണ് കർത്താവ് നമുക്ക് നൽകുന്ന ഭാഗം. അവിശ്വസ്തനായ കാര്യസ്ഥൻ അവൻ്റെ അവിശ്വസ്തതയിലും സൂക്ഷ്മതയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് അവൻ്റെ ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു. അത് ലോകത്തിൻ്റെ രീതിയാണ്, ലോകത്തിൻ്റെ മാർഗമാണ്. ഈ ലോകത്തിൽ നിന്ന് നാം പഠിക്കേണ്ടത് സൂക്ഷ്മതയോടും കഠിനമായ പ്രയത്നത്തോടും അധ്വാനിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി യത്നിക്കുവാനും ആ ദൈവരാജ്യത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ദൈവികാനന്ദം സ്വന്തമാക്കുവാനും നാം കഴിയേണ്ട ഒരു ജീവിതശൈലിയാണ്. ആ ജീവിതശൈലി നാം അനുവർത്തിക്കുമ്പോൾ സമ്പത്തിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് തിരിച്ചറിവുള്ളവരായി നമുക്ക് ജീവിക്കുവാൻ കഴിയും. ഈ തീർത്ഥാടനത്തിൽ വിശ്വസ്തരായി മുന്നോട്ട് പോകുവാൻ തടസ്സമായി നിൽക്കുന്നത് സമ്പത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടവും സമ്പത്ത് സ്വന്തമാക്കുവാനുള്ള അത്യാഗ്രഹ മനോഭാവമാണ്. ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് മാറേണ്ടത് ക്രിസ്തുവും അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയുമാണ്. ക്രിസ്തു നൽകുന്ന നീതിയുടെ സന്ദേശം സമ്പത്തും സമ്പാദ്യങ്ങളും സമഭാവനയും വിതരണം ചെയ്തുകൊണ്ട് സാഹോദര്യത്തിൻ്റെ സന്തോഷം സ്വന്തമാക്കുകയാണ്. ഈ സാഹോദര്യത്തിൻ്റെ സന്തോഷത്തിലാണ് ക്രൈസ്തവ വെളിച്ചം പുലരേണ്ടതും ക്രൈസ്തവ വെളിച്ചത്തിലൂടെ സഞ്ചരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൽ ജീവിക്കുന്ന മനുഷ്യർ ഈ ലോകത്തിൻ്റെ രീതികളെ സ്വീകരിക്കുമ്പോൾ അത് ക്രൈസ്തവ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനുള്ള രീതികളായി അഭ്യസിക്കണം. അങ്ങനെ ക്രൈസ്തവ രീതികളായി അഭ്യസിക്കുമ്പോൾ നമ്മുടെ പ്രയത്നങ്ങളോ നമ്മുടെ അധ്വാനങ്ങളോ ബുദ്ധിപൂർവമായി നാം ചെലവഴിച്ചുകൊണ്ട് അവയ്ക്ക് ദൈവരാജ്യ നിർമ്മാണത്തിന് വേണ്ടിയും ദൈവത്തിൻ്റെ സന്തോഷം സ്വന്തമാക്കുന്നതിന് വേണ്ടി നിത്യതയിലേക്ക് നയിക്കുന്നതുമായിട്ട് മാറണം എന്നുള്ളതാണ് ഇന്നത്തെ വായനയിലൂടെ സഭ നമുക്ക് നൽകുന്ന സന്ദേശം.